ഇപ്പോഴത്തെ സാഹചര്യത്തിലേ ഇത്രയും സ്വർണ്ണം മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും? എനിക്കറിയത്തില്ല. ഞാൻ സ്വർണ്ണത്തിനോട് ആർത്തിയുള്ള ആളുമല്ല. സ്വർണ്ണത്തിന്റെ വിലയെ കുറിച്ച് ഞാൻ നോക്കാറുമില്ല. നല്ലൊരു 20 ലക്ഷത്തിന്റെ മുകളിലാവും. അറിയാത്ത കാര്യം ഞാൻ അങ്ങനെ പറയുന്നത്. സ്വർണ്ണത്തിനോട് ആർത്തിയില്ല, സ്വർണ്ണത്തിനോട് പ്രേമമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം സ്വർണ്ണം ഇപ്പോഴല്ല കേട്ടോ, പണ്ട് തന്നെയാണ്. ലളിത ജീവിതം. അത് ആരാ പറഞ്ഞോലാക്കി പ്ലാൻ? എനിക്കറിയില്ല, എനിക്കിതുവരെയായിട്ട് പ്ലാനില്ല. ഞാൻ പറഞ്ഞ എന്തോ ഫ്ലാറ്റും എടുത്തു, അവിടെ താമസിക്കുന്നുണ്ട്. 10 ദിവസം നിൽക്കുന്ന ഫ്ലാറ്റ് വേണമല്ലോ അവിടെ താമസിക്കും. എന്റെ ഫ്ലാറ്റിനല്ലേ താമസിക്കുന്നത്? പോയി ഇടയ്ക്ക് വരണം. ഇടയ്ക്കിടയ്ക്ക് പോയി വരണം. എന്തായാലും ബാച്ചിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആക്കിയ സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരും. ഒന്നും അല്ലല്ലേ ഈ പറയുന്ന കുറ്റം പറയുന്ന ഞാൻ എയർപോർട്ട് വരെ പോയി ജസ്റ്റ് കാണുന്നു. എയർപോർട്ടിൽ നിന്ന് കാണാൻ പറയും ഇവന്മാരോടൊക്കെ. എന്നെ ഈ പറയുന്നവരടുത്ത് ജസ്റ്റ് ഇവിടെ നേരെ വണ്ടി വിളിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കാണാം. എന്നിട്ട് എന്നെ കുറ്റം പറയുന്നത് എയർപോർട്ട് പോലും കാണാത്തവരാണ്. ഫ്ലൈറ്റ് കോഴിക്കോടെ പോയപ്പോ പക്ഷിയാൾക്ക് എടുത്ത് കല്ലെറിയാൻ വന്നവനൊക്കെയാണ് എന്നെ കുറ്റം പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് വല്ലപ്പോയി ചെന്ന് കാണുക. രേണുസുതിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുതി ദുബായിൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം ശരിക്കും കുറ്റം പറയുന്നവര് ആലോചിക്കുന്നില്ല. ഞാൻ എവിടെ കിടക്കുന്നു? ഞാൻ കിടക്കുന്നതിന്റെ വീടിനകത്ത് അതല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്നവര് പറയുന്നു ഞാനൊരു സെലിബ്രിറ്റി ആയിട്ട് തന്നെ, അത് അല്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യാനല്ല. ഓരോരുത്തർ കഷ്ടപ്പാട് അല്ലേ, പ്രവാസികൾക്ക് ഒരുപാട് കഷ്ടപ്പാട്. വെളിയിലൊക്കെ പോയി ജോലി ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വന്ന വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ മറന്നില്ല. അവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കഷ്ടപ്പാട്, അവർക്ക് എന്താ പറയാ, എത്ര ജോലി തിരക്കാളും പ്രവാസികളുടെ വിഷമം അതാണ്. എനിക്കതൊന്നും വേണ്ട. രേണുസുതിയെ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുവന്നു, അവിടെ ചെന്ന് പ്രമോഷൻ ചെയ്തു, 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. 20 ദിവസമായിട്ടെ, ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ലേ? ഞാനാണോ ടിക്കറ്റ് എടുക്കുന്നത് കഷ്ടപ്പെട്ടത്? ഞാനാണോ വിസ എടുക്കുന്നത്? എല്ലാവരും പ്രൊവൈഡ് ചെയ്തു. ഒരു സെലിബ്രിറ്റി ഈ പറയുന്നവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരൊക്കെ കുറ്റം പറഞ്ഞ് അവിടെ വരുന്നു, അവളങ്ങോട്ട് പോകുന്നു, അവൾ അതിന് പോകുന്നു, ഇതിന് പോകുന്നു. ഇതൊക്കെ ഞാനതാ ചോദിക്കുന്നത്. എയർപോർട്ട് കണ്ടിട്ടുണ്ടോ ഇവന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവരൊക്കെ കുറ്റം പറയുന്നത്? ശരിക്കും രേണു ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വിവാദങ്ങളൊക്കെ വരുന്നത് അല്ലേ? രേണുവിന് അസൂയായിരിക്കും അല്ലേ? വീടിന്റെ കേസ് വരുന്നത് അതുകൊണ്ടായിരിക്കും മിക്കവാറും. കാരണം ഞാൻ ആരോട് നേരിട്ട് ഫൈറ്റിനൊന്നും ഇന്നുവരെ പോയിട്ടുണ്ട്. ഈ വീടിന്റെ വിവാദമല്ല, എന്ത് വിവാദമല്ല, ഇവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് രേണു. ഇവരൊക്കെ എനിക്ക് ഡെയിലി അല്ലെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇവരൊക്കെ പിന്നീട് എന്നോട് ഈ ശത്രുതയായത്. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. പെട്ടെന്ന് ഒരു നിമിഷം ബ്ലോക്ക് ചെയ്യുക. ഈ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ വലിയൊരു വിവാദം നടക്കുന്ന അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഞാനും മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു വാട്സാപ്പിൽ. എന്തൊക്കെ കോളുകളും ചാറ്റുകളൊക്കെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? ചാറ്റുകളും കോളുകളും ഒന്നും കയ്യില്ല. ഒരു റെക്കോർഡ് കോൾ എന്റെ കയ്യിലുണ്ട്. അതെന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതായത് എനിക്ക് ഒരു പ്രശ്നമില്ല കുഞ്ഞുങ്ങൾക്ക് വീട് തന്നതിന്. രേണുവിനോട് ഒരു പ്രശ്നമില്ല, രേണുവായിട്ട് ഒരു പ്രശ്നമില്ല. എന്താണ് ഇപ്പൊ പെട്ടെന്ന് കുട്ടിമുളച്ച വിവാദം എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നോടല്ല സംസാരിക്കും, എന്റെ ഫോണില് എന്റെ ചേച്ചിയോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോണല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബഹറിന് പോകുന്നത് 2-3 ദിവസത്തിന് മുന്നെയാണ് സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഫോണിലല്ല ഞങ്ങൾ വിളിച്ചത്. അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആളുടെ ഫോണിലാണ് ഞങ്ങൾ വിളിച്ചത്. അത് എന്റെ ഫോണിൽ റെക്കോർഡ്. ഞാൻ ഈ റെക്കോർഡ് ചുമ്മാ നാണം കെടുത്താൻ വേണ്ടി ഇടുന്ന ഒരാളൊന്നുമല്ല. അത് കേസ് പോട്ടെ. അപ്പം അത് കാണിക്കേണ്ടവരെ കേൾക്കേണ്ടവരെ ആ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആർക്കും ഞാൻ ഒരു പ്രശ്നത്തിനുമില്ല. രേണുവിനോട് എനിക്കൊരു പ്രശ്നമില്ല. ഒരുപാട് ആൾക്കാരാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ബ്ലോഗർ. പക്ഷെ ഞാൻ അങ്ങനൊന്നും ഇനി ഒന്നും ചെയ്യത്തില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വീട് കൊടുത്തതാണ്. ഞാൻ രേണുവിനെതിരെ ആ ഒരു വ്യക്തി കുറെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ രേണുവിനും പറഞ്ഞൂടെ? എന്തിനു പറയാനാ? ഒന്നിനും. അങ്ങനെയാണ് ലോകത്തുള്ള എന്നെ കുറ്റപ്പെടുത്തുന്ന ബ്ലോഗർമാരുടെ എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യണം. അപ്പൊ അവർ പട്ടിണി കിടക്കില്ലേ? അവരെന്തിനാ പട്ടിണി കിടക്കുന്നത്? എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ട് അവര് കഞ്ഞി കുടിക്കട്ടെ. നല്ല കാര്യമല്ലേ? അവർ കഞ്ഞി കുടിക്കട്ടെ. അല്ല, അവരാരും രേണുവിനെതിരെ കേസൊന്നായിട്ട് വരുന്നില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ വ്യക്തികളെ കേസായിട്ട് വരുമ്പോ നോട്ടീസ് വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിട്ടില്ലല്ലോ. ഞാൻ ചെന്നൈയിലല്ലായിരുന്നു. ഞാൻ നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് നേരെ നാളെ വെളുപ്പിനെയാണ് ഞാൻ വീട്ടിലെത്തത്തുള്ളൂ, ചങ്ങനാശ്ശേരിയിൽ എത്തത്തുള്ളൂ. ചെന്നിട്ട് നോക്കണം എന്താ വന്നു, എന്താ സംഭവം നോക്കണം. പിന്നെ എനിക്കെതിരെ തരാൻ എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല. ഒരു അവകാശത്തിലും എഴുതി തന്നിട്ടില്ല. വീടാണേലും സ്ഥലമാണേലും എന്റെ പേരിലുമില്ല. അതിന്റെ സൈഡിലൊരു സാക്ഷി പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത് രേണു പെട്ടു? രേണു സുതി പെട്ടെന്നൊക്കെ പറഞ്ഞ എന്തിനാണ് ഓരോ ബ്ലോഗർമാർ കളി? രേണുവിന് അങ്ങനെ വേണം. ഇങ്ങനെ എന്റെ പേരിൽ എഴുതി തന്ന രേണുവിന് അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തി രേണുവിന്റെ മകനായിട്ട് ചാറ്റ് ചെയ്യുന്ന സംസാരിക്കുന്നുണ്ടോ? കിച്ചുമായിട്ട് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കട്ടെ. അവൻ 21 സംസാരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാൻ അവന്റെ ഫോൺ ഇന്നുവരെ മേടിച്ച് നോക്കിയിട്ടില്ല. ആരൊക്കെ അവനോട് സംസാരിക്കുന്നത്? എന്റെ ഫോൺ ഇന്നുവരെ അവൻ എന്റെ ചാറ്റ് നോക്കിയിട്ടില്ല. അത് ഞാനൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, അവനും ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അവന്റെ അമ്മയാണെങ്കിൽ പോലും എന്റെ മകനാണെങ്കിൽ പോലും ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. അല്ലേ? എന്റെ ഫോൺ എന്തിനാണ് പോസ്റ്റ് കാര്യം? ഞാൻ എന്തിനാണ് തിരക്കുന്നത്? എന്റെ എന്തിനാണ് അവൻ തിരക്കുന്നത്? എന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയും മോനും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ ഇപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു.
കിച്ചുവിന്റെ വക്കീലിനോട്ട് സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ നെടുമ്പാശ്ശേരി ഇറങ്ങിയോണ്ട് എന്നെ വിളിച്ച് ഫസ്റ്റ് വിളിച്ച കിച്ചു പറഞ്ഞു. അപ്പൊ എന്നോട് വിശേഷം ഇറങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ അതല്ലാതെ വക്കീൽ നോട്ടീസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞു. എനിക്കറിയത്തില്ല എന്താണ് സംഭവം, എനിക്ക് ഒന്നും അറിയത്തില്ല. പിന്നെ എന്റെ പേരിൽ എന്തിനാണ് അയച്ചത് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു അവകാശം എനിക്കില്ല. രേണു എല്ലാ എപ്പോഴും പറയുന്നുണ്ടല്ലോ എനിക്ക് അതിൽ യാതൊരു അവകാശം. ആധാരമുണ്ട്, വീട്ടിലെ ആധാരം, ഒറിജിനൽ ആധാരം ഇരിപ്പില്ലേ, പിള്ളേരുടെ ആധാരം. അതിനകത്ത് എന്റെ പേരില്ലല്ലോ. പിന്നെ ഞാനെന്താണ് പെട്ടെന്ന് പറയുന്നത്? ഞാൻ പിന്നെ രേണുവിന് പിന്നെ കെട്ടിന്റെ പണി കിട്ടി അങ്ങനെ വേണം എങ്ങനെ വേണം, അതിന് എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലം. ഞാൻ എന്നാ പണി, എനിക്കെന്താ പണി കിട്ടാനോ? അല്ല, എനിക്കെന്ത് പണി കിട്ടാനേ? എന്റെ പേരിലല്ലല്ലോ വീട് സ്ഥലവും. എന്റെ പേരിലാ വീട് സ്ഥലം. രേണുവിനെ ഇറക്കി വിട്ടു. അപ്പൊ ഞാൻ കരഞ്ഞോണ്ടെങ്കിൽ എനിക്ക് തന്ന സാധനം എന്റെ പേരിൽ ഞാൻ എന്ത് പണി കിട്ടാനാ? ആ കുഞ്ഞുങ്ങളെ കൊടുത്ത വീട് കുഞ്ഞുങ്ങളുടെ മേടിക്കുന്നതാണ് അവർ ദൈവം അനുഗ്രഹിക്കുന്നത്. അവർ അവർക്ക് അത്ര വലിയ നല്ല കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർ ദൈവം അനുഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തായാലും കടത്തിനെ കിടക്കാൻ പറ്റത്തില്ല. കടത്തിനെ കിടക്കുമോ? വാടകയ്ക്ക് എന്തായാലും ഇറക്കി വിടട്ടേന്നേ. മൂത്ത മോനും ഇളയ മോനും അവകാശമുള്ള വീടല്ലേ അത്? സുധിച്ചേട്ടന്റെ 2 മക്കളും അല്ലേ അത്? അവകാശമുള്ള വീട്. ഇവര് നിയമപരമായിട്ട് ഇറക്കി വിടട്ടേന്ന്. ഇറക്കി വിടുമ്പോ വിടട്ടെ. അതിന് രേണുവിനെ ഇറക്കി വിട്ടെന്നെന്താ പറയുന്നത്? രേണു ഈ വീട് തമ്മിൽ യാതൊരു ബന്ധവും ആകെ ബന്ധമുള്ള മക്കളുണ്ടാവും. മനസ്സിലായോ? അല്ലാതെ എനിക്കിപ്പം ഒരു 5000 രൂപ കൊടുത്തില്ല 2000 രൂപ വാടകയ്ക്ക് പോകാൻ കഴിയാത്തോണ്ടല്ല. അത് ആ പിള്ളേരുടെ അവകാശപ്പെട്ട വീടാ ഇപ്പോഴും. മനസ്സിലായോ? അതിൽ നിന്ന് നിയമപരമായിട്ട് ഇറക്കി വിടുമ്പോ ഇറക്കി പോകും. വാടകയ്ക്ക് താമസിക്കാം. എന്ത് ഞാൻ പെട്ടെന്നോ എന്നെ ഇറക്കി വിടുന്നു എന്തിനാണ് പറയുന്നത്? നിയമപരമായിട്ട് ഇറക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിച്ചല്ലേ തീരുമാനിക്കുന്നത്. കിച്ചുവിന്റെ അവകാശമല്ലേ? കിച്ചുവിന്റെ കുട്ടിയുടെ അവകാശമല്ലേ? അതെ. അല്ല, ഈ തന്നെയാണ് ഇറക്കി വിടുന്നല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ അധികാരമില്ലല്ലോ ഇറക്കി വിടാൻ. അത് എനിക്കറിയത്തില്ല. പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എനിക്കറിയാം. കിച്ചു എന്തിനാ എന്നെ ഇറക്കി വിടുന്നത്? അതിന്റെ ആവശ്യമില്ല. അവന്റെ അമ്മയല്ലേ ഞാൻ, എന്റെ മോനല്ലേ ഇപ്പോഴല്ല. അതെന്തിനാ ഇറക്കി വിടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഈ തന്നെയാണ് ഇറക്കി വിടുന്നൊക്കെയല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എനിക്കറിയില്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കുട്ടികളുടെ പേരിലുള്ള വീടാണ്. ഇതിപ്പോ ഞാൻ താമസിക്കുന്ന ഇത്ര പ്രശ്നം എനിക്കറിയില്ല. എന്തായാലും ഞാനിതാ വീട്ടിൽ താമസിക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് പോകും. ജസ്റ്റ് പിള്ളേരെ കാണാൻ അന്നേരം അടുത്ത് പോവാണ്. ദുബായില് മദ്യപിച്ച് വഴി അത് ഞാൻ പറയട്ടെ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രശ്നം ഞാൻ ദുബായി പോയപ്പോ ഇറങ്ങിയ കള്ള വ്യാജ സാധനമാണ്. മനസ്സിലായി? ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് എന്നോട് ഒരാൾ ചോദിച്ചു, ചേച്ചിയെ പോലീസ് എന്തിന് പോലീസ് പിടിക്കണം? എനിക്കറിയത്തില്ല. ആര് മദ്യപിച്ചു, എന്ത് മദ്യപിച്ചു എനിക്കറിയത്തില്ല. വരട്ടെ, അതെല്ലാം സത്യമാണ്. കാരണം ഇത് സത്യമാണ് ആൾക്കാർ കരുതും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസിന്റെ ഒരു വോട്ടയുടെ കാര്യം പറഞ്ഞില്ലേ, അവള് മദ്യപിച്ച് വഴി കിടന്ന് കള്ളത്തിൽ എന്തിനാ ഏത് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു? ഇതൊക്കെ വ്യാജ വാർത്തയാണ്. ഇതിനപ്പുറം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊന്നും എനിക്കൊന്നും അറിയില്ല. എന്നെ ഒരു പോലീസ് പിടിച്ചിട്ടില്ല. പോലീസിന് അതല്ലേ പണി എന്നെ പിടിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല പോലീസ്. മനസ്സിലായോ?